ഇന്ന് ചോതിയായി കഴിഞ്ഞു. അത്തം മുതൽ തിരുവോണം വരെയുള്ള ഓരോ ദിനങ്ങളുടെയും പ്രത്യേകത ഇങ്ങനെ നമ്മൾ ഓരോ ദിവസം കാണിക്കുന്നുണ്ട്. ഇത് വിവരിക്കുന്നതാകട്ടെ വേദപണ്ഡിതൻ ആചാര്യ ഗോപാലകൃഷ്ണ വൈദിക്. ഇന്ന് ചോതി നക്ഷത്രം, ഈ ദിനത്തിലെ പ്രത്യേകത, ഐതിഹ്യം എന്നിവയൊക്കെ അറിയാം. ഹരി ഓം. അപ്പോൾ നമ്മൾ ഇന്നലെ മനസ്സിലാക്കിയതുപോലെ കുലശേഖര ആൾവാരുടെ സമാധിയാണ് നമ്മൾ തിരുവോണമായി ആചരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആസ്ഥാനം തൃക്കാൽക്കരൈ എന്നറിയപ്പെട്ടിരുന്ന ഇന്നത്തെ എറണാകുളത്തെ തൃക്കാക്കരയാണ്. തൃക്കാക്കര മഹാവിഷ്ണു ക്ഷേത്രം നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ ഒന്ന് പോകണം. കാരണം അത്രയ്ക്ക് പ്രാചീനമായ ഒരു മഹാക്ഷേത്രമാണ്. വാമനൻ എന്ന സങ്കല്പത്തിലാണ് അവിടെ വിഷ്ണുവിനെ ആരാധിക്കുന്നത്. വിഷ്ണു ക്ഷേത്രങ്ങളുടെ പല വിഷ്ണു ക്ഷേത്രങ്ങളിലും അങ്ങനെയാണ്. വിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയായിരിക്കും, ചതുർബാഹുവായ വിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയായിരിക്കും. പക്ഷേ അത് അവിടുത്തെ സങ്കല്പം, നമ്മുടെ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന സങ്കല്പം പലതായിരിക്കും. ചിലടത്ത് വാമനനാണ്, ഇപ്പോൾ തിരുവാറന്മുള കൃഷ്ണനാണ്, പാർത്ഥസാരഥി എന്നാണ് സങ്കല്പം. ഗുരുവായൂരിൽ മഹാവിഷ്ണുവിൻ്റെ ചതുർബാഹു വിഗ്രഹമാണ്, പക്ഷേ കൃഷ്ണനാണ് ആരാധന. അപ്പോൾ ഇങ്ങനെ മിശ്രം എന്നാണ് ആചാര്യന്മാർ ഇത്തരത്തിലുള്ള ആരാധനയ്ക്ക് പറയുന്നത്. വിഷ്ണുവിൻ്റെ വിഗ്രഹം ആരാധിക്കുന്നത് ശ്രീരാമനായോ ശ്രീകൃഷ്ണനായോ ഒക്കെ ആവാം, വാമനനായോ ഒക്കെ ആവാം. അങ്ങനെ വരുന്നതിനെയാണ് മിശ്രം എന്ന് നമ്മൾ പറയുക. മൂലസങ്കല്പം എന്ന് പറയുന്നത് പരബ്രഹ്മത്തിൻ്റെ സങ്കല്പമാണ്. അത് വിഷ്ണുവാണ്, വിഷ്ണു പരബ്രഹ്മമാണ്. അതിനെ മൂലസങ്കല്പം എന്നാണ് പറയുക. മഹാവിഷ്ണു, ശിവൻ, മൂലശിവൻ എന്ന് പറയും. ശിവൻ, ദേവി, ശാസ്താവ്, ഗണപതി, ഇത്രയുമാണ് മൂലസങ്കല്പങ്ങൾ. മൂലസങ്കല്പങ്ങൾ എന്ന് പറഞ്ഞാൽ പരബ്രഹ്മമാണ്. സർവചരാചരങ്ങളിലും അകവും പുറവും നിറഞ്ഞു നിൽക്കുന്ന പരബ്രഹ്മത്തെയാണ് നമ്മൾ മൂലസങ്കല്പം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തേത് ഗുരുസങ്കല്പമാണ്. നമുക്കിടയിൽ വന്ന് ജനിച്ച് ജീവിച്ച് സമാധിയായ മഹാഗുരുക്കന്മാരുണ്ട്, അവരെയാണ് ഗുരുസങ്കല്പം എന്ന് വിളിക്കുക. അത് ശ്രീകൃഷ്ണൻ, ശ്രീരാമൻ, ദക്ഷിണാമൂർത്തി, ശ്രീ പരമേശ്വരൻ, ശ്രീ പാർവതീദേവി, ഇങ്ങനെയൊക്കെയുള്ള മൂർത്തി വിശേഷങ്ങൾ ഗുരുക്കന്മാർ, ഹനുമാൻ, കാലഭൈരവൻ, ഇതെല്ലാം ഗുരുക്കന്മാരാണ്. അപ്പോൾ നമ്മൾ എന്തു ചെയ്യും? ഈ ഗുരുക്കന്മാരെ പരബ്രഹ്മത്തിൻ്റെ വിഗ്രഹങ്ങളിൽ തന്നെ ആരോപിക്കും. മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹം, മഹാവിഷ്ണു പരബ്രഹ്മമാണ്, മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹത്തിൽ നമ്മൾ ശ്രീകൃഷ്ണനെ സങ്കല്പിക്കും. ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, കൃഷ്ണനിൽ നിന്ന്, ഗുരുവാണ് നമുക്ക് ജീവിതത്തിൽ നന്മകൾ തരിക. നമ്മുടെ ക്ലേശങ്ങൾ ഒഴിച്ചു തരുന്നതും നമുക്ക് നന്മകൾ വരുത്തുന്നതും നമ്മുടെ ക്ലേശങ്ങൾക്ക് പരിഹാരം നൽകുന്നതും പാപപരിഹാരം നൽകുന്നതും നമുക്ക് സഹായമായി തീരുന്നതും ഗുരുസ്വരൂപങ്ങളാണ്, പരബ്രഹ്മമല്ല. അപ്പോൾ ശ്രീകൃഷ്ണനാണ് നമുക്ക് ക്ലേശങ്ങൾക്ക് പരിഹാരം തരുന്നതും ഭാഗ്യങ്ങൾ കൊണ്ടുവരുന്നതും നമ്മുടെ പ്രശ്നങ്ങൾ തീർക്കുന്നതും പ്രാർത്ഥനകൾക്ക് മറുപടി നൽകുന്നതും. അപ്പോൾ നമ്മൾ ഗുരുവിനെ സങ്കല്പിച്ച് ആരാധിക്കുന്നു. അതേസമയം മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയല്ലേ, അത് പരബ്രഹ്മമാണ് മോക്ഷം തരുന്നത്. അപ്പോൾ പരബ്രഹ്മത്തിൻ്റെ സങ്കല്പത്തിൽ ഗുരുവിനെ ആരാധിക്കുമ്പോൾ മോക്ഷവും കിട്ടും, ഭൗതികമായ കാര്യങ്ങളും സാധിക്കും. അങ്ങനെയാണ് നമ്മൾ അങ്ങനെയാണ് മൂലസങ്കല്പം എന്ന നിലയിലാണ് തൃക്കാക്കര നമ്മൾ മഹാവിഷ്ണുവിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അവിടെ വാമനമൂർത്തിയെ സങ്കല്പിച്ചാണ് ആരാധന നടക്കുക. അപ്പോൾ ഈ വാമനമൂർത്തി കുലശേഖര ആൾവാരുടെ പൂജാമൂർത്തിയായിരുന്നു, ആരാധനാമൂർത്തിയായിരുന്നു. അതുകൊണ്ടാണ് തൃക്കാക്കരയ്ക്ക് ഓണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വലിയ പ്രാധാന്യമുണ്ടാകുന്നത്. അപ്പോൾ പിന്നെ ഭാഗവതത്തിലെ മഹാബലിയുടെ കഥയോ അത് നമുക്ക് നാളെ മനസ്സിലാക്കാം. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ.